റഹ്മാൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തേട്ടിയിരുന്നു, ഗീത അമ്മയായിട്ട് അഭിനയിച്ചാൽ എൻ്റെ ഭാവി എന്തായിരിക്കും, എന്നെ ആരാധിച്ച സ്ത്രീകളും യുവതികളും കോളേജ് പിള്ളേരൊക്കെ ഉണ്ട്, എൻ്റെ ഇതെങ്ങനെയായിരിക്കും, ആ ഒരു ശങ്ക ആ ചെറുപ്പക്കാരനായ റഹ്മാൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ ഇരുവരെയും ഷൂട്ട് ചെയ്തത്. ശരിക്കും പടം കഴിഞ്ഞപ്പോഴും എന്തായിരിക്കും എന്നൊരു ആങ്സൈറ്റി റഹ്മാനുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഇതാരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഗീതയോട് ഇങ്ങനെ വിഷമമുണ്ടായ കാര്യം ഗീതയുടെ മനസ്സിലുണ്ടായിരുന്നു. ഗീത അത് പലരോടും പറയുകയും ചെയ്തു. അപ്പോൾ റഹ്മാൻ പറഞ്ഞു, എനിക്ക് ഗീതയോട് ഒരു വൈരാഗ്യവുമില്ല, എൻ്റെ റോള് എൻ്റെ കഥാപാത്രം ഞാൻ നോക്കണ്ടേ. അപ്പോൾ എനിക്കൊരു മനസ്സിൽ തോന്നിയൊരു ഫീലിംഗ് ഉണ്ട്. ഞാൻ വൈശാലിയിൽ കണ്ടൊരു അമ്മയുണ്ട്, ആ അമ്മ എൻ്റെ നായികയായിട്ട് വരുന്നങ്ങനെ, ഞാൻ വളരെ ചെറുപ്പമല്ലേ, ആ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. സിനിമ കണ്ടു, സിനിമ ഗംഭീരമായിരിക്കുന്നു, ഗംഭീര അഭിപ്രായമാണ് ഉണ്ടായിട്ടുള്ളത്. ഗംഭീര അഭിപ്രായം എന്ന് പറഞ്ഞാൽ വൻ വിജയമായിരുന്നു ആ സിനിമ. അതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ റഹ്മാന് ആരാധകരേറെ ഉണ്ടായി, കുറേ സിനിമകൾ ലഭിച്ചു. ഇത് അറിഞ്ഞ ബാലചന്ദ്രൻ റഹ്മാനെ വിളിച്ച് ചോദിച്ചു, ഇപ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രമാണ് റഹ്മാനോട് പറഞ്ഞത്, ഞങ്ങൾ സംവിധായകർ ഒരു നായികയെയും തീരുമാനിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, ആ കഥാപാത്രം ഇന്ന ആൾക്ക് യോജിക്കും,